ഗെയിൽ പദ്ധതി ഇപ്പോ ആൾക്കാരോട് ചോദിക്കാതെയാണ് അവിടെ തോട് കീറി ജനവാസ കേന്ദ്രത്തിലൂടെ ഇടണ്. കടലിന്റെ ആഴത്തിൽ തന്നെ എത്രയോ താത്തണം. അതെങ്ങാ പൊട്ടിത്തെറിച്ച ചെറിയ സംഭവം ഒന്നല്ല. ഇപ്പൊ കറണ്ട് മേലെ കൂടിയല്ലേ കൊണ്ടുപോണത്. ടെലഫോണ് മേലെ കൂടിയായിരുന്നു, ഇപ്പൊ അത് അടിയിൽ കൂടെ കൊണ്ടുപോയി അല്ലേ, കേബിള് കീറിയിട്ട്. ഇനി ഈ പാചകവാതകം ഉണ്ടല്ലോ, ഗ്യാസ്, ഇത് പെരയിലേക്കുള്ള കണക്ഷൻ അല്ല. ജയിലില് വലിയ പുളുകളക്കി പറഞ്ഞെന്താ അറിയോ, അതിന്റെ മേലെ പച്ചക്കറി നടാ. കാവുമ്പുറത്തെ പൂളയുടെ എരിമല, അത് ഗെയിലാ ഞാൻ പറഞ്ഞത്, അറിയോ? പച്ചക്കറി നടാ എവിടെ? ഈ ഗെയിലുമല. അത് ഏതാ മുതലെന്നറിയോ? അത് പൊട്ടിത്തെറിച്ചുള്ള സ്ഥിതി എന്താണെന്നറിയോ? മലപ്പുറം കോഡൂർ പഞ്ചായത്തിലെ ആൽപ്പറ്റക്കുളമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനീ നിൽക്കുന്ന കൃഷിയിടത്തിന് താഴെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. അന്ന് പ്രതിഷേധം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ശാന്തമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങൾക്ക് മുകളിൽ വീണ്ടും കൃഷി സജീവമായി കഴിഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണിത്. ഇടയ്ക്ക് കാണുന്ന സൂചനാ ബോർഡുകളില്ലെങ്കിൽ ഈ ഭൂമിക്കടിയിലൂടെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയാൻ പോലും കഴിയില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞതോടെയാണ് പ്രതിസന്ധിക്ക് വിരാമമായതെന്ന് അന്ന് സമരങ്ങൾക്ക് മുൻപിൽ നിന്നവർ തന്നെ പറയുന്നു. കൃഷിക്കാരെ കൂടിയും അതുപോലെ തന്നെ ഇതിന്റെ നഷ്ടം സംഭവിക്കുന്ന ജനങ്ങൾ കൂടെയൊക്കെ നിന്നാണ് അവർക്ക് പരമാവധി നമ്മുടെ ഈ നഷ്ടപരിഹാരം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാവർക്കും നല്ല മാനസികമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും തൃപ്തികരമായിട്ട് രീതിയിലേക്കുള്ള നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 56 കിലോമീറ്ററിലേറെ ദൂരമാണ് ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. 11 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും ഇതിൽപ്പെടുന്നു. പദ്ധതിക്ക് വേണ്ടി മുറിച്ചുമാറ്റിയ വൃക്ഷങ്ങളുടെയും വിളകളുടെയും വില എല്ലായിടത്തും നൽകി കഴിഞ്ഞു. 80% ഇടങ്ങളിലും ഏറ്റെടുത്ത ഭൂമിയുടെ വിലയും. പ്രതിഷേധങ്ങൾ കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കാതായിരുന്നുവെന്ന് ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് പറയുന്നു. നമ്മുടെ സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്ത് 500 മീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിക്കും എന്നുള്ള ഒരു ന്യൂസും പറഞ്ഞിരുന്നു. അപ്പോൾ അതോടുകൂടി ജനങ്ങളും തന്നെ അവരെ വീട് ഇതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ചെറിയ കുപ്രചരണങ്ങളായിരിക്കാം, അതുണ്ടായി. പിന്നെ തുടർന്ന് അവർ വന്ന് ഒരു ഉദ്യോഗസ്ഥർ നമ്മളൊക്കെ വന്ന് കൗൺസിലിംഗ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ സ്ഥലത്തിൽ അവരെടുക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് തന്നു കറക്റ്റായിട്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവർ വന്നിട്ടില്ല, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 4 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മലപ്പുറത്ത് അന്ന് പ്രതിഷേധം നടന്ന സ്ഥലങ്ങളെല്ലാം ശാന്തമാണ്. ആളുകൾക്ക് വിളകളുടെയും മരങ്ങളുടെയും വിലയെല്ലാം ലഭിച്ചു കഴിഞ്ഞു.